എക്സാമിന് വരുന്ന വൈവ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്യുമെന്നുള്ളത് കുറച്ചധികം പേര് കമൻറ്റ് ചെയ്തത് കണ്ടു കേട്ടോ. ആക്ച്വലി നമുക്ക് ഈ വൈവിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് തന്നെ അറിയാലോ, എക്സാമിന് പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ സ്റ്റാഫായിരിക്കും വരുന്നത്. അപ്പോൾ അവരുടെ ഒരു മൈൻഡ് സെറ്റിനും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിനും ഒക്കെ അനുസരിച്ചിട്ടിരിക്കും വൈവ ക്വസ്റ്റ്യൻസ് എന്ത് വരും എന്നുള്ളത് കേട്ടോ. പിന്നെ അധികവും ക്വസ്റ്റ്യൻ പേപ്പറിൽ കഴിഞ്ഞ 1-2 പരീക്ഷകളിലൊക്കെ 10 മാർക്കിനാണ് വൈവ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അവരത് കൃത്യമായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും വിളിച്ചിരുത്തി കൃത്യമായിട്ട് ഒരു 10 ക്വസ്റ്റ്യൻ വെച്ച് ചോദിക്കും. അപ്പം അത് ചിലർ നിങ്ങളുടെ ടെക്സ്റ്റ് തുറന്നു വെച്ചിട്ട് അതൊന്നായിരിക്കും ചോദിക്കുക, ചില ആളുകൾ നിങ്ങളുടെ നിമി മോക്ക് ടെസ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനെ അപ് ടു ഈ ഒരു വർഷം പഠിച്ചിട്ടുള്ള എന്ത് ബേസിക് കാര്യങ്ങളും അവർക്ക് വൈവായിട്ട് ചോദിക്കാം. എന്നാലും നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തത് കാരണം ജനറലായിട്ട് നമുക്ക് ഒരു സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞു പോവാം കേട്ടോ. ഫസ്റ്റ് നമ്മുടെ സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങുവാണെങ്കിൽ നമ്മൾ പൊതുവേ ഡ്രോയിങ്ങിൽ പറയാറുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സിസ്റ്റം ഏതാണെന്നുള്ളത്. നമ്മൾ പറയുമ്പോൾ പറയും ഫസ്റ്റ് ആംഗിൾ സിസ്റ്റമാണ് ഇന്ത്യയിൽ പൊതുവേ ഉപയോഗിക്കാറുള്ളത് അല്ലേ. ഫസ്റ്റ് ആംഗിൾ മെത്തേഡാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്ലാൻ എവിടെ വരയ്ക്കും, എലിവേഷൻ എവിടെ വരയ്ക്കും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും പ്ലാൻ നമ്മളെപ്പോഴും താഴെ വരയ്ക്കുന്നു, അതിൻ്റെ മേലെ ആയിരിക്കും എന്ത് വരയ്ക്കുന്നത്, എലിവേഷൻ വരച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നത്. ഇനി നമ്മുടെ പ്ലാനിൻ്റെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വരയ്ക്കുന്നത് റൈറ്റ് സൈഡ് വ്യൂ ആയിരിക്കും. ആൻഡ് ദെൻ റൈറ്റ് സൈഡിൽ നമ്മൾ വരയ്ക്കുന്നത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആയിരിക്കും. അപ്പോൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഡ്രോയിങ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പറയണം, ഫസ്റ്റ് ആംഗിൾ സിസ്റ്റം എന്ന് പറയണം. അതിൽ പ്ലാൻ താഴെയും എലിവേഷൻ മേലെയായിട്ടാണ് വരയ്ക്കുന്നത്. ഈ കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അമേരിക്കൻ കൺട്രീസ്, USA ഒക്കെ പോലെയുള്ള അല്ലെങ്കിൽ UK ഒക്കെ പോലെയുള്ള കൺട്രീസിൽ ഏതാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയണം, അത് തേർഡ് ആംഗിൾ സിസ്റ്റം ആണെന്ന് പറയണം കേട്ടോ. പിന്നെ ചിലപ്പോൾ എന്താണ് ഒരു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കും. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റിലോട്ട് വരുന്ന റേസൊക്കെ പാരലലായിട്ടാവും വരുന്നത്. അത് നമ്മുടെ പിക്ചർ പ്ലെയിനിൽ അല്ലെങ്കിൽ പ്ലെയിനിൽ തട്ടുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അതാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വിഷ്വൽ റേസ് വരുന്നത് പാരലലായിട്ടും അത് പിക്ചർ പ്ലെയിനിൽ ടച്ച് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടും ആയിരിക്കും. അത്തരം പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ഭാഗം പറയുന്നത് നമ്മുടെ സിമെൻറ്റ്, ബ്രിക്ക് അങ്ങനെയുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്നുള്ള ഭാഗമാണ്. അപ്പോൾ ഇതിൽ സിമെൻറ്റിൽ ചോദിക്കാറുള്ളത് ഒരു OPCയുടെ ഫുൾ ഫോം എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. OPCയുടെ ഫുൾ ഫോം എല്ലാവർക്കും അറിയില്ലേ, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്നുള്ളതാണ് OPCയുടെ ഫുൾ ഫോം. നമ്മൾ നോർമലി കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സിമെൻറ്റാണ് OPC എന്ന് പറയുന്നത്. ഇനി OPCയിൽ ഒരു ബാഗ് സിമെൻറ്റിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. ഒരു ബാഗ് സിമെൻറ്റിൻ്റെ വെയിറ്റ് എല്ലാവർക്കും അറിയായിരിക്കും, 50 kg ആണ്, 50 കിലോഗ്രാമാണ് ഒരു ബാഗിൻ്റെ വെയിറ്റ്. ഇനി ഇതിൻ്റെ വോളിയം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 0.034 മീറ്റർ ക്യൂബ് ആണെന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഒരു ബാഗ് സിമെൻറ്റിൻ്റെ വെയിറ്റ് 50 kg ആണ്, അതിൻ്റെ വോളിയം 0.034 മീറ്റർ ക്യൂബ് ആണ്. OPCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്നുള്ളതാണ്. ഇനി 3 ഗ്രേഡിലുള്ള സിമെൻറ്റുകളുണ്ട്. 33 ഗ്രേഡ്, അതുപോലെ തന്നെ 43 ഗ്രേഡ്, 53 ഗ്രേഡ്. അപ്പോൾ ഈ 33, 43, 53 എന്നുള്ള വാല്യൂസ് കൊണ്ട് എന്താണ് മീൻ ചെയ്യണമെന്ന് ചോദിക്കും. 33 എന്ന് ഉദ്ദേശിക്കുന്നത് 28 ഡേയ്സ് കഴിയുമ്പോൾ ആ സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 33 Nm² ആയിരിക്കും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 33 ഗ്രേഡ് സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 28 ദിവസം കഴിഞ്ഞിട്ട് നമ്മളതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് എത്ര ഉണ്ടായിരിക്കും, 33 Nm² മിനിമം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെയാണ് 43, അതുപോലെ തന്നെയാണ് 53. എല്ലാം 28 ഡേയ്സ് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ 43 ആണെങ്കിൽ അതിന് 43 Nm² സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. 53 ഗ്രേഡിന് 53 Nm² സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് സിമെൻറ്റിന് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ OPCയുടെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും. OPCയുടെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എത്രയാണ് പറയുന്നത്, നോട്ട് ലെസ് ദാൻ 30 മിനിറ്റ്സ് ആണ് OPCയുടെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം പറയുന്നത്. ഇനി അത് ഫൈനൽ സെറ്റിംഗ് ടൈം ആണെങ്കിൽ നോട്ട് മോർ ദാൻ 10 ഹവേഴ്സ് ആണ് കേട്ടോ. 10 ഹവേഴ്സ് ആണ്. അപ്പോൾ നോട്ട് ലെസ് ദാൻ 30 മിനിറ്റ്സ് ആണ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം. ഫൈനൽ സെറ്റിംഗ് ടൈം നോട്ട് മോർ ദാൻ 10 ഹവേഴ്സ് എന്നുള്ളതുമാണ്. പിന്നെ വേറൊരു സിമെൻറ്റ് ഉണ്ടായിരുന്നു PPC എന്ന് പറഞ്ഞിട്ട്. PPC അതിൻ്റെ ഫുൾ ഫോം പോർട്ട്ലാൻഡ് പസലോണ സിമെൻറ്റ് കേട്ടോ. പോർട്ട്ലാൻഡ് പസലോണ സിമെൻറ്റ് എന്നുള്ളതാണ് PPCയുടെ ഫുൾ ഫോം. പിന്നെ അടുത്തൊരു ഡെഫിനിഷൻ വേണമെങ്കിൽ നമുക്ക് DPC നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ഡാംപ് പ്രൂഫ് കോഴ്സ് എന്നുള്ളതാണ് DPCയുടെ ഫുൾ ഫോം. ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ.
കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന ഒരു എക്സ്റ്റേണൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാനീ പറയുന്നത്. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ നമ്മുടെ ഡ്രോയിങ് ഷീറ്റുകളുടെയൊക്കെ സൈസ് ഉണ്ടല്ലോ, A0 ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസ്, A1ൻ്റെ സൈസ്, A2യുടെ സൈസൊക്കെ. അപ്പോൾ ഈ A0യും A2 ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒരു 3 എണ്ണെങ്കിലും പഠിച്ചു വയ്ക്കുക. കാരണം A2 ഒക്കെ നമ്മൾ ഡ്രോയിങ് ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഡ്രോയിങ് ഷീറ്റാണല്ലോ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, നിങ്ങൾ ഡ്രോയിങ് ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് A2 ആണ്. A2യുടെ സൈസ് 420/594 mm ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഡ്രോയിങ് ഷീറ്റുകളുടെ ഏരിയ കേട്ടോ, A0 ഡ്രോയിങ് ഷീറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ആണ്. A1 ആകുമ്പോൾ അത് 0.5 മീറ്റർ സ്ക്വയർ ആയിട്ട് കുറയും. അങ്ങനെ ഓരോന്നിനും അതിൻ്റെ പകുതിയായിട്ട് കുറഞ്ഞു വരും. അതും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ ബ്രിക്കിൻ്റെ സൈസാണ്. ഒരു ബ്രിക്കിൻ്റെ നമ്മൾ ബ്രിക്കിൻ്റെ സൈസ് 2 രീതിക്ക് പറയും അല്ലേ. സ്റ്റാൻഡേർഡ് സൈസും ഉണ്ട്, അതുപോലെ തന്നെ നമുക്കെന്നും പറയാം നോമിനൽ സൈസും ഉണ്ട്. സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 19 cm/9 cm/9 cm ആണ്. ഇനി മോർട്ടാർ തിക്നെസ്സും കൂടെ കൂട്ടിയിട്ടുള്ള നമ്മുടെ അതിൻ്റെ വിഡ്ത്തിനെയാണ് അല്ലെങ്കിൽ സൈസിനെയാണ് നോമിനൽ സൈസ് ഓഫ് ബ്രിക്ക് എന്ന് പറയുക. അത് പറയുന്നത് 20 cm/10 cm/10 cm ആണ്. അപ്പോൾ ഈ 2 സൈസുകളും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ 1 മീറ്റർ ക്യൂബ് കോൺക്രീറ്റിംഗ് അല്ലെങ്കിൽ മേസൻട്രി ചെയ്യാൻ നമുക്ക് എത്ര ബ്രിക്ക് വേണം എന്ന് ചോദിച്ചാൽ അത് 500 ബ്രിക്കുകളാണ് കേട്ടോ. 1 മീറ്റർ ക്യൂബ് മേസൻട്രി ചെയ്യാൻ നമുക്ക് 500 ബ്രിക്കുകൾ വേണം. ഈ കാര്യം ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ബോണ്ട് എന്താ, ഫ്ലെമിഷ് ബോണ്ട് എന്താന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ പ്രത്യേകത എന്താ? അൾട്ടർനേറ്റ് കോഴ്സസിൽ സ്ട്രക്ചറും ഹെഡറും മാറി വരുന്നതാണ് ഇംഗ്ലീഷ് ബോണ്ട്. ഫ്ലെമിഷ് ബോണ്ട് ആകുമ്പം ഒരേ കോഴ്സിൽ തന്നെ സ്ട്രക്ചറും ഹെഡറും മാറി വരുന്നതിനെയാണ് നമ്മൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയാറുള്ളത്. പിന്നെ നമ്മൾ സ്റ്റോണിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇഗ്നിയസ് റോക്ക് എന്താണ്, അതുപോലെ തന്നെ സെഡിമെൻ്ററി റോക്ക് എന്താണ്, മെറ്റാമോർഫിക് റോക്ക് എന്താണ്. ഇഗ്നിയസ് റോക്ക് എന്ന് വെച്ചാൽ മോൾട്ടൻ മാഗ്മ അല്ലേ. മോൾട്ടൻ മാഗ്മ കാരണം ഉണ്ടാവുന്നതാണ് ഇഗ്നിയസ് റോക്കുകൾ. സെഡിമെൻ്ററി റോക്കുകളാകുമ്പോൾ ഡെപ്പോസിഷൻ കാരണം എന്തെങ്കിലും സാധനം അതിൻ്റെ മേലെ വന്ന് ഡെപ്പോസിറ്റായിട്ട് ഉണ്ടാവുന്നതാണ് സെഡിമെൻ്ററി റോക്കുകൾ. മെറ്റാമോർഫിക് റോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഗ്നിയസ് റോക്കിനും സെഡിമെൻ്ററി റോക്കിനും എന്തെങ്കിലും ഹൈ ടെമ്പറേച്ചർ കാരണമോ പ്രഷർ കാരണമോ ഒക്കെ മാറ്റം വന്നിട്ടുണ്ടാവുന്നതാണ് മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. അപ്പം അത് നോക്കി വെക്കണം. പിന്നെ സിലീഷ്യസ് റോക്ക്, കാൽക്കാരിയസ് റോക്ക്, അർജിലീഷ്യസ് റോക്ക്. സിലീഷ്യസ് റോക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിലുള്ളതുപോലെ തന്നെ സിലിക്കോൺ കണ്ടന്റ് അല്ലെങ്കിൽ സിലിക്ക കൂടുതലുള്ള റോക്കുകളെയാണ് സിലീഷ്യസ് റോക്ക് എന്ന് പറയുന്നത്. കാൽക്കാരിയസ് റോക്കും ആ പേരിൽ തന്നെ ഉണ്ട്, കാൽഷ്യം കാർബണേറ്റ് കൂടുതലുള്ള റോക്കുകളെയാണ് നമ്മൾ കാൽക്കാരിയസ് റോക്ക് എന്ന് പറയുന്നത്. അർജിലീഷ്യസ് റോക്ക് എന്ന് പറയുമ്പോൾ അതിൽ ക്ലേ കണ്ടന്റ് കൂടുതലുള്ള റോക്കുകളെയാണ് നമ്മൾ അർജിലീഷ്യസ് റോക്ക് എന്ന് പറയാറുള്ളത് കേട്ടോ. പിന്നെ ബ്രിക്കിൻ്റെ കേസിൽ തന്നെ ഉള്ള ഒരാളാണ് നമ്മുടെ കുറച്ച് ക്ലോസറുകളൊക്കെ അല്ലേ. ക്യൂൻ ക്ലോസർ എന്താണ്, കിങ് ക്ലോസർ എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു ബ്രിക്കിന് അതിൻ്റെ കറക്റ്റ് ഹാഫായിട്ട് കട്ട് ചെയ്താൽ കിട്ടുന്ന ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യൂൻ ക്ലോസർ എന്ന് പറയുന്നത്. ഇനി ബ്രിക്കിനെ അതിൻ്റെ ഒരു ഹാഫ് വിഡ്ത്തും ഹാഫ് ലെങ്ത്തിലും ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ ബാക്കി കിട്ടുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ കിങ് ക്ലോസർ എന്ന് പറയുന്നത്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, ക്യൂൻ ക്ലോസറും കിങ് ക്ലോസറും എന്താണെന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ കോൺക്രീറ്റിൻ്റെ കുറച്ച് ഗ്രേഡുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. M5, M10, M15 എന്നൊക്കെ പറഞ്ഞിട്ട് M20, M25 വരെയുള്ള കുറച്ച് കോൺക്രീറ്റിൻ്റെ ഗ്രേഡുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രൊപ്പോർഷണൽ റേഷ്യോ എത്രയാണെന്നുള്ളത് കേട്ടോ. M5ൻ്റെ റേഷ്യോ 1:5:10 ആണ്. M10ൻ്റെ റേഷ്യോ 1:3:6 ആണ്. M15ൻ്റെ റേഷ്യോ അതുപോലെ തന്നെ 1:2:4 ആണ്. M20യുടെ റേഷ്യോ 1:1.5:3 ആണ്. M25ൻ്റെ റേഷ്യോ 1:1:2 ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ M20, M25 ഒക്കെ ഒന്ന് കുറച്ച് കാര്യമായിട്ട് തന്നെ നോക്കി വെക്കുക കേട്ടോ. ഇത് നമ്മുടെ കോൺക്രീറ്റിൻ്റെ ഗ്രേഡുകളാണ്. RCC വർക്കുകൾക്കൊക്കെ മിനിമം നമ്മൾ ഉപയോഗിക്കുക M20 ഗ്രേഡാണ്. അതൊന്ന് ഓർക്കണേ. RCC വർക്കുകൾക്കൊക്കെ നമ്മൾ മിനിമം ഉപയോഗിക്കുന്നത് M20 ആണ്. ജസ്റ്റ് ഇതിൻ്റെ ഒരു മിക്സ് റേഷ്യോ ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി എന്താണെന്നുള്ളത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, അതിനെ വർക്ക് ചെയ്യാനുള്ള ഈസിനെസ്സിനെയാണ് നമ്മൾ വർക്കബിലിറ്റി എന്ന് പറയുന്നത്. അതായത് കോൺക്രീറ്റ് നമുക്ക് മിക്സ് ചെയ്യാൻ, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, പ്ലേസ് ചെയ്യാൻ ഒക്കെയുള്ള അതിൻ്റെ ഒരു ഈസിനെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വർക്കബിലിറ്റി എന്ന് പറയുന്നത്. വർക്കബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ വർക്കബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാറ്, സ്ലംപ് ടെസ്റ്റ് എന്ന് പറയാറ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നോക്കണേ. വർക്കബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റാണ് സ്ലംപ് ടെസ്റ്റ് എന്ന് പറയുന്നത്. വർക്കബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് കോൺക്രീറ്റിനെ മിക്സ് ചെയ്യാനും അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനും പ്ലേസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഈസിനെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വർക്കബിലിറ്റി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി ഫൗണ്ടേഷൻ്റെ ചാപ്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് കാണാം ഡീപ്പ് ഫൗണ്ടേഷനും ഷാലോ ഫൗണ്ടേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. അതായത് ഒരു ഫൗണ്ടേഷൻ്റെ വിഡ്ത്താണ് കൂടുതൽ, ഡെപ്ത് കുറവ്, അതായത് വിഡ്ത്ത് കൂടുതലും ഡെപ്ത് കുറവുമാണെങ്കിൽ അത്തരം ഫൗണ്ടേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷാലോ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത്. ഷാലോ ഫൗണ്ടേഷൻസ് അല്ല, അതിൻ്റെ ഡെപ്താണ് കൂടുതൽ, വിഡ്ത്ത് കുറവാണെന്നുണ്ടെങ്കിൽ അത്തരം ഫൗണ്ടേഷൻസിനെയാണ് നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഡീപ്പ് ഫൗണ്ടേഷൻസിന് എക്സാമ്പിളാണ് പൈൽ ഫൗണ്ടേഷനും വെൽ ഫൗണ്ടേഷനും അങ്ങനത്തെ ഫൗണ്ടേഷൻസ് ഒക്കെ. ഷാലോ ഫൗണ്ടേഷൻസിന് എക്സാമ്പിളാണ് നമ്മൾ പറയുന്ന റെക്റ്റാങ്കുലർ ഫൂട്ടിങ്, അതുപോലെ റാഫ്റ്റ് ഫൗണ്ടേഷൻ, മാറ്റ് ഫൗണ്ടേഷൻ, അങ്ങനെ കുറച്ച് ഫൗണ്ടേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. സ്ട്രാപ്പ് ഫൂട്ടിങ്, കമ്പൈൻ ഫൂട്ടിങ്, ട്രപ്പീസോയിഡൽ ഫൂട്ടിങ് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഷാലോ ഫൗണ്ടേഷൻ ആണ്. ഡീപ്പ് ഫൗണ്ടേഷൻ ആണ് പൈൽ ഫൗണ്ടേഷനും അതുപോലെ തന്നെ വെൽ ഫൗണ്ടേഷൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ കേട്ടോ. അപ്പോൾ എവിടെയാണ് നമ്മളൊരു ഡീപ്പ് ഫൗണ്ടേഷൻ കൊടുക്കുക, അവിടുത്തെ മണ്ണിൻ്റെ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ഭയങ്കര ലോ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, ഭയങ്കര ഡെപ്തിലാണ് അവിടെ ഒരു ഉറച്ച മണ്ണുള്ളത്, അങ്ങനത്തെ സ്ഥലങ്ങളിൽ എന്തെങ്കിലും സ്പെഷ്യൽ നമുക്ക് അവിടെ സാധാ ഫൗണ്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ബിൽഡിംഗ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കില്ല, അങ്ങനെയൊക്കെ തോന്നുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഡീപ്പ് ഫൗണ്ടേഷൻസ് കൊടുക്കുന്നത് കേട്ടോ. അതിൽ തന്നെ ബ്ലാക്ക് കോട്ടൺ സോയിൽ ഉപയോഗിക്കുന്ന ഒരു പൈലിന് പറയുന്ന ഒരു പേരുണ്ട്, അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണേ, അണ്ടർ റീമിഡ് പൈൽ കേട്ടോ. അണ്ടർ റീമിഡ് പൈൽ എന്നാണ് അതിനെ പറയാറ്. ബ്ലാക്ക് കോട്ടൺ സോയിൽ, കറുത്ത പരുത്തി മണ്ണ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സോയിലാണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ. അവിടെ ഉപയോഗിക്കുന്ന പൈലിൻ്റെ പേരാണ് അണ്ടർ റീമിഡ് പൈൽ എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു പോർഷൻ ആർച്ചാണ്. ആർച്ചിൻ്റെ പാർട്സ് ഒക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. ആർച്ചിൻ്റെ എക്സ്റ്റേണൽ കർവിനെ അല്ലേ, നമ്മളൊരു ആർച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്റ്റേണൽ കർവിനെ നമ്മൾ എക്സ്ട്രാഡോസ് എന്ന് പറയും, ഇൻറ്റേർണൽ കർവിനെ നമ്മൾ ഇൻട്രാഡോസ് എന്ന് പറയും. പിന്നെ ആർച്ചിൻ്റെ അണ്ടർ സൈഡിനെ നമ്മൾ സോഫിറ്റ് എന്ന് പറയും. ആർച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ യൂണിറ്റുകളെയും നമ്മൾ വൗസിയേഴ്സ് എന്ന് പറയും. അങ്ങനത്തെ കുറച്ച് ബേസിക് ആർച്ചിൻ്റെ കുറച്ച് ബേസിക് ടേംസ് ഒക്കെ ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ റൂഫിൻ്റെ കേസിൽ നിങ്ങൾക്ക് കിങ് പോസ്ട്രസും ക്യൂൻ പോസ്ട്രസും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കിങ് പോസ്ട്രസ് നമ്മൾ ഉപയോഗിക്കുന്ന സ്പാന് 5 to 8 മീറ്റർ വരെയുള്ള സ്പാനിലാണ് കിങ് പോസ്ട്രസ് ഉപയോഗിക്കാറ്. അത് ക്യൂൻ പോസ്ട്രസ് ആണെങ്കിൽ നമ്മളത് കൊടുക്കാറുള്ളത് 8 to 12 മീറ്റർ വരെയാണ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത് തന്നെ നമുക്ക് സർവേ എന്നുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ നോക്കാം. സർവേയിൽ ഫസ്റ്റ് നമ്മൾ ചെയിൻ സർവേ ആണല്ലോ. ചെയിൻ സർവേയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ എന്താണ്, ഒരു ചെയിനിൻ്റെ മെട്രിക് ചെയിനിൻ്റെ ലെങ്ത്തുകൾ എത്രയാണെന്ന് നോക്കാം. മെട്രിക് ചെയിനുകൾ സാധാരണ നമ്മൾ പറയാറ് 20 മീറ്ററിൻ്റെ ചെയിനുകളും 30 മീറ്ററിൻ്റെ ചെയിനുകളാണ്. ഈ 20 മീറ്ററിൻ്റെ ചെയിനിൽ എത്ര ലിങ്കുകളുണ്ട്, 100 ലിങ്കുകളാണ് 20 മീറ്ററിൻ്റെ ചെയിനിലുള്ളത്. 30 മീറ്ററിൻ്റെ ചെയിനിലുള്ളത് 150 ലിങ്കുകളാണ്. ഇതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ മെട്രിക് ചെയിനിൽ ഒരു ലിങ്ക് എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്, 20 സെൻറ്റിമീറ്റർ ലെങ്ത്താണ് ഒരു ലിങ്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. പിന്നെ ചെയിൻ നിങ്ങൾക്ക് അറിയാം 3 ഓവൽ റിങ്ങുകൾ ചേർന്നിട്ടാണ് അതിൻ്റെ ഒരു ലിങ്ക് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. ഇതിൻ്റെ സെൻറ്റർ മുതൽ ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ചെയിനിൻ്റെ ഒരു ലിങ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുറച്ച് ടൈപ്പ് ഓഫ് സർവേകൾ ഉണ്ടായിരുന്നു അല്ലേ. നമ്മൾ എന്താണ് പ്ലെയിൻ സർവേ, ജിയോഡറ്റിക് സർവേ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പ്ലെയിൻ സർവേയും ജിയോഡറ്റിക് സർവേയും. അതിൽ പ്ലെയിൻ സർവേ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭൂമിയുടെ അല്ലെങ്കിൽ എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യാത്ത സർവേനെയാണ് നമ്മൾ പ്ലെയിൻ സർവേ എന്ന് പറയുന്നത്. എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്ന സർവേനെയാണ് നമ്മൾ ജിയോഡറ്റിക് സർവേ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ട് അല്ലേ. 250 കിലോമീറ്റർ സ്ക്വയറിൽ കൂടുതൽ ഏരിയ വരുമ്പോഴാണ് നമ്മൾ ആരെ പ്രിഫർ ചെയ്യുന്നത്, ജിയോഡറ്റിക് സർവേനെ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. 250 കിലോമീറ്റർ സ്ക്വയറിൽ കൂടുതൽ വരുമ്പോഴാണ് നമ്മൾ ജിയോഡറ്റിക് സർവേ പ്രിഫർ ചെയ്യുന്നത്. അതൊന്ന് ഓർത്ത് വെക്കണം. പിന്നെ സർവേയിൽ വാട്ടറിൽ ചെയ്യുന്ന സർവേനെ നമ്മൾ ഹൈഡ്രോഗ്രഫിക് സർവേ എന്ന് പറയും. അസ്ട്രോണമിക്കൽ സർവേ ഉണ്ട്. നമ്മൾ ബൗണ്ടറീസ് ഒക്കെ ഫിക്സ് ചെയ്യുന്ന സർവേനെ നമ്മൾ കാഡസ്ട്രൽ സർവേ എന്ന് പറയും. എഞ്ചിനീയറിംഗ് വർക്കുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സർവേനെ നമ്മൾ എഞ്ചിനീയറിംഗ് സർവേ എന്ന് പറയും. അങ്ങനത്തെ കുറച്ച് ടൈപ്പ് ഓഫ് സർവേകളുണ്ട്. മിനറൽസിനെ കണ്ടെത്തുന്ന സർവേ നമ്മൾ മൈൻ സർവേ എന്ന് പറയും. സർവേയുടെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കാറുണ്ട് അല്ലേ. വർക്ക് ഫ്രം ഹോൾ ടു പാർട്ടാണ് സർവേയുടെ പ്രിൻസിപ്പിൾ. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കണേ. വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് എന്നുള്ളതാണ് സർവേയുടെ പ്രിൻസിപ്പിളായിട്ട് നമ്മൾ പൊതുവേ പറയാറുള്ളത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ചെയിൻ സർവേയിൽ നമ്മൾ ട്രയാങ്കിൾസും ട്രപ്പീസോയിഡ്സും ഒക്കെ ആക്കിയിട്ടാണ് ചെയ്യാറുള്ളത് എന്നുള്ള കാര്യം. പിന്നെ ഒരു സെൻറ്റ് എന്ന് പറയുന്നത് 40.47 മീറ്റർ സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്, ഒരു സെൻറ്റ് എന്ന് പറയാറുള്ളത്. അത് ഓർത്ത് വെക്കണം. 10,000 മീറ്റർ സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഹെക്ടർ എന്ന് പറയുന്നത്. അതും എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കണം. ബേസിക് യൂണിറ്റുകളാണ് അതൊക്കെ കേട്ടോ. പിന്നെ അടുത്തത് കോമ്പസ് സർവേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കോമ്പസ് സർവേയിൽ 2 ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഒന്ന്
പ്രിസ്മാറ്റിക് കോമ്പസും മറ്റൊന്ന് സർവേയേഴ്സ് കോമ്പസും ആണ്. പ്രിസ്മാറ്റിക് കോമ്പസിൽ നമുക്ക് കിട്ടുന്നത് ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിലുള്ള റീഡിംഗ് ആയിരിക്കും. സർവേയേഴ്സ് കോമ്പസിൽ നമുക്ക് കിട്ടുന്നത് ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റത്തിലുള്ള ബിയറിംഗ് ആയിരിക്കും. പ്രിസ്മാറ്റിക് കോമ്പസിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്, ഈ ലീസ്റ്റ് കൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, 30 മിനിറ്റ്സ് ആണ്. ഇനി സർവേയേഴ്സ് കോമ്പസിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 50 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. പ്രിസ്മാറ്റിക് കോമ്പസിന്റെ ലീസ്റ്റ് കൗണ്ട് 30 മിനിറ്റ്സ് ആണെന്നുള്ളത്. ഇനി പ്രിസ്മാറ്റിക് കോമ്പസിൽ 0 ഡിഗ്രി എവിടെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കാറുണ്ട്. പ്രിസ്മാറ്റിക് കോമ്പസിൽ 0 ഡിഗ്രി എപ്പോഴും മാർക്ക് ചെയ്തിട്ടുണ്ടാവുക സൗത്ത് എൻഡിലാണ് കേട്ടോ. സൗത്ത് എൻഡിലാണ് 0 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. നോർത്ത് എൻഡിലാണ് 180 ഡിഗ്രി ഉണ്ടായിരിക്കുക. അതെന്തുകൊണ്ടാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് റീഡ് ചെയ്യുമ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് നോർത്തിൽ 0 റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സൗത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള പ്രിസത്തിൽ കൂടെ നോക്കുമ്പോൾ നമുക്കത് 0 ഡിഗ്രി റീഡ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ലാസ്റ്റ് അതിൽ പിന്നെ പറയാനുള്ളത് ലെവലിങ്ങിലുള്ള കാര്യങ്ങളാണ്. ലെവലിങ്ങിൽ നിങ്ങൾക്കറിയാം, നമ്മൾ 2 പോയിന്റുകളുടെ ലെവൽ ഡിഫറൻസ് എടുക്കാൻ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സിമ്പിൾ ലെവലിംഗ് എന്നാണ് പറയാറുള്ളത്. ഇനി ഒരു പുഴയുടെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുന്ന ഇതിനെ നമ്മൾ റെസിപ്രോക്കൽ ലെവലിംഗ് എന്ന് പറയും. പിന്നെ നമ്മൾ ഒരുപാട് പോയിന്റുകളത് മാറി മാറി ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്ത് പോകുന്ന ലെവലിങ്ങിനെ നമ്മൾ ഡിഫറൻഷ്യൽ ലെവലിംഗ് എന്ന് പറയും. ഇനി ലെവലിംഗ് സ്റ്റാഫിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലെവലിംഗ് സ്റ്റാഫിൻ്റെ, നമ്മൾ ലെവലിങ്ങിന് ഉപയോഗിക്കുന്ന ലെവലിംഗ് സ്റ്റാഫിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 5 മില്ലിമീറ്റർ ആണ്. അല്ലെങ്കിൽ അതിനെ നമുക്ക് 0.005 മീറ്റർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ 2 വാല്യൂസും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. ലെവലിംഗ് സ്റ്റാഫിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്നുള്ളത്. സെയിം തിയോഡോലൈറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. തിയോഡോലൈറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 20 സെക്കൻഡ് ആണ്. ഇത് ഓർത്ത് വെക്കണം. നേരത്തെ നമ്മൾ കോമ്പസിൻ്റെത് പറഞ്ഞു, പ്രിസ്മാറ്റിക് കോമ്പസിൻ്റെത് 30 മിനിറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ സർവേയേഴ്സ് കോമ്പസിൻ്റെത് 15 മിനിറ്റ് ആയിരുന്നു. തിയോഡോലൈറ്റിൻ്റെ 20 സെക്കൻഡ് ആണ്. ലെവലിംഗ് സ്റ്റാഫിൻ്റെത് 0.005 മീറ്റർ ആണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞല്ലോ, വരുന്ന സ്റ്റാഫിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എങ്ങനെയാണ് എന്തൊക്കെ ചോദിക്കാം എന്നുള്ളത്. അപ്പോൾ ഇത്രയെങ്കിലും കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഈ വീഡിയോ കേട്ടിട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും എക്സാമൊക്കെ പ്രിപ്പറേഷനിലായിരിക്കും എല്ലാവരും. ഓൾ ദ ബെസ്റ്റ്.